ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് മൈ ബോസ് എന്ന മൂവിയുടെ DVD റിവ്യൂ ആണ്. ഇത് 2012 ഇറങ്ങിയ മൂവിയാണ്. അറൗണ്ട് 13 വർഷമായി. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇത് റിപ്പീറ്റ് വാച്ച് ഉള്ള ഐറ്റമാണ്. ജീത്ത് ജോസഫ് എന്ന ഡയറക്ടറുടെ മൂന്നാമത്തെ മൂവിയാണ് മൈ ബോസ്. ദിലീപും മമതയാണ് മെയിൻ ക്യാരക്ടർ. ഇതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഒരു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ബേസിക് ആയിട്ട് എല്ലാം അറിയാം, ഒരുപാട് വട്ടം കണ്ടുള്ളതായിരിക്കും. ഞാൻ ഇതിന്റെ DVD പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സെൻട്രലാണ് ഇത് റിലീസ് ചെയ്തത്. സെൻട്രലിന്റെ ബാനറിൽ വന്നിട്ട് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കവറിൽ തന്നെ ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ട് ഡിസ്കിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് ഓഡിയോ ഏതാണ്, ഓഡിയോ എന്ത് ടൈപ്പ് ഓഡിയോസ് ഉണ്ട്, റിലീസ് ചെയ്താണ്, സർട്ടിഫിക്കേഷൻസ് ഏതാണ്. നോർമൽ ബ്ലൂറൈസിൽ പോലും ഇത്രയും ഡീറ്റെയിൽ കാണാറില്ല. നമ്മൾ DVDസിലാണ് കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ്, അതായത് കാസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഡിസ്ക് മാത്രം മതി. ഇത് കേസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റയും ഡിസ്കിൻ്റെ ഇമേജിൽ തന്നെ ഉണ്ട്. ഈ മൂവി വന്നിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അത് കണ്ടു നോക്കുന്നവർക്കും ഇത് ഒറിജിനലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടവർക്ക് മനസ്സിലാവും ആ ജിയോ ഹോട്ട്സ്റ്റാറിലുള്ളത് എന്ത് മോശം ക്വാളിറ്റിയിലാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ക്വാളിറ്റി ഓഡിയോ ഈ DVD നിന്നാണ് വരുന്നത്. നിനക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, മനസ്സിലായോ? നമ്മുടെ ഈ മല്ലയോൺസ് എന്ന ഈ ചാനലിൽ DVDs പൊതുവെ ചെയ്യാറില്ല. കാരണം ഞാൻ നോർമലി കൂടുതലും കളക്ട് ചെയ്യുന്നത് ബ്ലൂറൈസ് ആണ്. ബ്ലൂറൈസ് 4Ks ആണ് ഞാൻ കൂടുതലും കളക്ട് ചെയ്യുന്നത്. DVDs ഞാൻ വളരെ കുറച്ചേ കളക്ട് ചെയ്യാറുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു 50 താഴെ മൂവീസേ ഉള്ളൂ. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസാണ്, അല്ലെങ്കിൽ അത്യാവശ്യം അതിന് നല്ലൊരു സോഴ്സ് വേറെ ഇല്ലയെന്ന് എനിക്ക് കൂടെ തോന്നുന്ന കുറച്ച് മൂവീസ് മാത്രമേ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ കൂടുതലും ബ്ലൂറൈസിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മറ്റേ എക്സാമ്പിൾ ഈ അനന്തബദ്ധത്തിൻ്റെ DVD ഒക്കെ എനിക്ക് അത്യാവശ്യം റെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോഴ്സ് മാത്രമേ ഉള്ളൂ. മിസ്റ്റർ മനുവിന്റെ ഇരിപ്പ് തന്നെ കിട്ടി. അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. അത് തന്നെയാണ്. പിന്നെ ഞാൻ ഇറങ്ങാം. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. വെച്ചോളൂ. ഇങ്ങനെയൊക്കെ ഗുജറാത്തി സ്റ്റൈൽ. സന്തോഷകരമായ പറയാനുള്ള വേളകൾ ആഘോഷകരമാക്കാൻ വെൽക്കം ടു മനോസ് മൾട്ടിപർപ്പസ് പ്ലാൻ. തറയിൽ കിടക്കുന്നവർക്ക് പങ്കെടുക്കാം. എന്തിനാനുമതി നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഓഫീസിൽ ഞാൻ ആരോട് പറയില്ല. സോറി. എന്താ എവിടുത്തെ മര്യാദ? അപ്പോൾ നോർമലി ഇതുപോലെ DVDs വരുന്നത് 480p റെസൊല്യൂഷനിലാണ്. പണ്ട് ഇത് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ചെറിയ TVയിലാണ് ഉണ്ടായിരുന്നത്. DVD പ്ലെയറിലിട്ട് പ്ലേ ചെയ്യും, 1080pയിലോട്ട് അപ്സ്കെയിലിംഗ് ഓപ്ഷൻ കാണും. അപ്പോൾ നമുക്ക് ആ കൊച്ചു TV ഫോം ഫാക്ടറിൽ അത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ഇത് ഉപയോഗിക്കുന്നില്ല. ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറഞ്ഞൊരു സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ല. നമ്മളൊരു ബ്ലൂറേ പ്ലെയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ അപ്സ്കെയിൽ ഉണ്ടാവും. ഈ അപ്സ്കെയിൽ ഉണ്ടാവും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു AVR യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ AVRലൊരു വീഡിയോ പ്രോസസ്സിംഗ് നടക്കും. പിന്നെ നിങ്ങളുടെ TVക്ക് ഒരു അപ്സ്കെയിലിംഗ് ഓപ്ഷൻ കാണും. ഇത്രയും ബൈപ്പാസ് ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ വീഡിയോ സാമ്പിൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. 480p ആണെന്ന് ഒരിക്കലും തോന്നില്ല. ഓൾമോസ്റ്റ് 1080p തന്നെ ഉണ്ട്. ഞാനതിൻ്റെ വീഡിയോ സാമ്പിൾസ് എന്തായാലും വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ക്വാളിറ്റി എത്ര ഉണ്ടോ. ഒരു കൊച്ചുപാട്ടിൻ ഈണമീറക്കായ എന്തിനെന്നറിയില്ല, എങ്ങനെന്നറിയില്ല, എപ്പോഴും നിന്നെ എനിക്കിഷ്ടമായി. നിങ്ങൾക്കിപ്പം ഹോട്ട്സ്റ്റാറിലെ ക്വാളിറ്റി ആണ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് നോക്കിയാൽ മതിയാവും. അപ്പോൾ തന്നെ വീഡിയോ എത്രത്തോളം ബെറ്റർ ആണെന്ന് മനസ്സിലാവും. അതേസമയത്ത് ഓഡിയോയുടെ കാര്യം വരുമ്പോഴേക്കും ജിയോ ഹോട്ട്സ്റ്റാറുള്ള വളരെ മോശം ഓഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ 2 ഓഡിയോയാണ് വരുന്നത്. DTSൻ്റെ 5.1 ഡോൾബി ഡിജിറ്റലിൻ്റെ 5.1. കാരണം ഇതുപോലുള്ള മൂവീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ BGM സോങ്സ് എല്ലാം നല്ല ക്ലാരിറ്റിയിൽ നല്ല സൗണ്ട് എഫക്ട്സിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം പഴയ മൂവിയാണ് ഇതൊക്കെ.
ഇപ്പോൾ വളരെ പഴക്കമുള്ള മൂവീസ്, ഇപ്പം 90s മൂവീസിൻ്റെ DVD എടുക്കുകയാണെങ്കിൽ നമുക്ക് 4:3 റേഷ്യോയിലായിരിക്കും വരുന്നത്. അതായത് ഒരു ബോക്സ് പോലെ ബ്ലാക്ക് ബാർസ് എല്ലായിടത്തും കാണാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് ഇതുപോലുള്ള മൂവീസ് എല്ലാം ഇപ്പോൾ അത്യാവശ്യം റീസെൻ്റ്ലി ഇറങ്ങിയ മൂവീസ് എല്ലാം അനാമോർഫിക് റേഷ്യോയിൽ തന്നെയാണ് DVD വന്നിട്ടുള്ളത്. അതായത് 16:9 റേഷ്യോ. അതായത് നോർമൽ നമ്മൾ TV കാണുന്ന അതേ റേഷ്യോ, മേളിലും താഴെ ബാർ വരുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ് ആ റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ സിനിമ മൊത്തം തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കോമഡി സീൻസും പിന്നെ ദിലീപുമാണ്. അപ്പോൾ ഈ പുള്ളി സ്വന്തമായിട്ട് കൈ നീട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡബ്ബിങ്ങിന് ടൈമിലോ അല്ലെങ്കിൽ ഇപ്പം പുള്ളി ഇൻസൈഡ് ജോക്സ് ഒരുപാട് യൂസ് ചെയ്യും. അപ്പം നമുക്കിത് ഡയലോഗ്സ് നല്ലപോലെ ക്ലാരിറ്റി ആയാൽ മാത്രമേ പുള്ളിയുടെ ജോക്സ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എവിടെയെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ ഫയൽസ് വെച്ച് കാണുമ്പോഴേക്കും അത്രയും ക്ലാരിറ്റി വരണം നിർബന്ധമില്ല. പക്ഷേ അതേസമയത്ത് DTSൻ്റെ 5.1 വരുമ്പോഴേക്കും എല്ലാ ഡയലോഗ്സും നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. ഈ DVD വെച്ചിട്ട് ഞാൻ ഈ മൂവി എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രയും നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവി തന്നെയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.